ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പൊളിറ്റിക്കൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 4 എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണിത്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ എങ്ങനെയാ പഠിക്കാൻ പോകുന്നതെന്നറിയോ? ഒരു 6 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആദ്യം തന്നെ എന്തിനാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്, ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കും. പിന്നെ ഈ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വളരെ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് നമ്മുടെ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പഠിക്കും. പിന്നെ പരീക്ഷയ്ക്കൊരു ചോദ്യം വന്നാൽ എങ്ങനെ ശരിയായി ഉത്തരം എഴുതാം, സാധാരണ വരുന്ന തെറ്റുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെ നോക്കും. അവസാനം പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള ഒരു കിടിലൻ സമ്മറിയും ഒരു സ്റ്റഡി പ്ലാനും കൂടിയുണ്ട്. ഓക്കേ, അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ആദ്യത്തെ സെക്ഷൻ. എന്തിനാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്? സിമ്പിളാണ്. നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ രാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ചാപ്റ്റർ നമ്മളെ ഒരുപാട് സഹായിക്കും. പരീക്ഷയുടെ കാര്യം പിന്നെ പറയേ വേണ്ട, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഉറപ്പായും 3 കാര്യങ്ങൾ പഠിച്ചിരിക്കും. ഒന്ന്, നമ്മുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും. 2, അവരുടെ ഓരോരുത്തരുടെയും അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നതെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടും. ഇത് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ശരി, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ അടിസ്ഥാനത്തിലേക്ക്, ഫൗണ്ടേഷനിലേക്ക് കടക്കാം. എന്താണ് ഈ എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ? ഒരു ഗവൺമെന്റ് എടുത്താൽ അതിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് കേട്ടോ. നിയമങ്ങളുണ്ടാക്കുന്ന ഒരു വിഭാഗം, അതിനെ നമ്മൾ ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണ സഭ എന്ന് പറയും. പിന്നെ ആ നിയമങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് വ്യാഖ്യാനിക്കുന്ന കോടതികൾ, അതായത് ജുഡീഷ്യറി. ഇതിന് രണ്ടിനും ഇടയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സിക്യൂട്ടീവ് വരുന്നത്. ഇവരുടെ പണി എന്താണെന്നോ? നിയമസഭയുണ്ടാക്കുന്ന നിയമങ്ങൾ രാജ്യത്ത് കൃത്യമായി നടപ്പിലാക്കുക എന്നത്. ഒരു സ്കൂളിലെ കാര്യം ആലോചിച്ച് നോക്കൂ. സ്കൂളിൽ നിയമങ്ങളുണ്ടാക്കുന്നത് മാനേജ്മെന്റ് ആയിരിക്കും, പക്ഷേ അത് നടപ്പിലാക്കുന്നതാരാ? പ്രിൻസിപ്പളാണ്. അതുപോലെ ഗവൺമെന്റിന്റെ പ്രിൻസിപ്പളാണ് ഈ എക്സിക്യൂട്ടീവ്. ഇനി ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അത് 2 തരത്തിലുണ്ട്. ഒന്ന്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. ഇതിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരൊക്കെ വരുന്നത്. ഇവരെയൊക്കെ നമ്മൾ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കുന്നതാണ്, അല്ലേ? അപ്പോൾ അവർക്കൊരു നിശ്ചിത കാലാവധി, അതായത് ഒരു 5 വർഷമൊക്കെ അധികാരമുണ്ടാവും. ഇനി രണ്ടാമത്തെ വിഭാഗമാണ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. ഇവരാണ് നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. നമ്മൾ കേട്ടിട്ടില്ലേ, IAS, IPS ഓഫീസർമാരൊക്കെ? അവരെല്ലാമാണിത്. ഇവരുടെ ഈ കൂട്ടത്തെയാണ് നമ്മൾ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഇവർ പരീക്ഷ എഴുതി മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റുകൾ മാറി മാറി വന്നാലും ഇവർ സർവീസിൽ സ്ഥിരമായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ചാണ്. ലോകത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായും 3 തരം എക്സിക്യൂട്ടീവ് സിസ്റ്റമുകൾ കാണാം. നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി സിസ്റ്റമാണ്. ഇവിടെ പ്രധാനമന്ത്രിക്കാണ് ശരിക്കുള്ള അധികാരം, റിയൽ പവർ. പക്ഷേ അമേരിക്കയുടെ കാര്യമെടുത്താലോ, അവിടെ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. അവിടെ എല്ലാ അധികാരവും പ്രസിഡന്റിനാണ്. ഇനി ഫ്രാൻസിലേക്ക് പോയാൽ അവിടെ ഇത് രണ്ടും ചേർന്നൊരു സിസ്റ്റമാണ്, സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം. അവിടെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും അധികാരങ്ങൾ വീതിച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുണ്ടാക്കിയ ആളുകൾ എന്തിനായിരിക്കും ഈ പാർലമെന്ററി സിസ്റ്റം തന്നെ തിരഞ്ഞെടുത്തത്? അതിന് 2 പ്രധാന കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഗവൺമെന്റിനെ എപ്പോഴും പാർലമെന്റിലെ ജനപ്രതിനിധികളോട് ഒരു ഉത്തരവാദിത്വം വേണമായിരുന്നു. അവരെ എപ്പോഴും നിയന്ത്രിക്കാൻ ഒരാൾ വേണം. 2, അധികാരം മുഴുവൻ ഒരൊറ്റ ആളുടെ കയ്യിൽ കൊടുത്താൽ ആ വ്യക്തി ചിലപ്പോൾ ഒരു ഏകാധിപതിയെപ്പോലെ ആകാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നി. ആ ഒരു അപകടം ഒഴിവാക്കാനാണ് ഈ സിസ്റ്റം നമ്മൾ തിരഞ്ഞെടുത്തത്. ഈ സ്ക്രീനിൽ കാണുന്ന ആർട്ടിക്കിൾ 74(1) ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാ. ഇതിലെന്താ പറയുന്നത്? രാഷ്ട്രപതിക്ക് സഹായവും ഉപദേശവും നൽകാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. ആ ഉപദേശം അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കാൻ. അതിലെ ഷാൽ ആക്ട് എന്ന വാക്ക് കണ്ടോ? അതിന്റെ അർത്ഥം ആ ഉപദേശം സ്വീകരിക്കുന്നത് രാഷ്ട്രപതിയുടെ ഒരു കടമയാണ്, അതിൽ ഓപ്ഷനല്ല, നിർബന്ധമാണെന്നാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഉപദേശം കേട്ട് മാത്രം പ്രവർത്തിക്കാനാണോ രാഷ്ട്രപതി? അല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാം. ഇതിനെയാണ് നമ്മൾ വിവേചനാധികാരങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായും 3 എണ്ണമുണ്ട്. 1, മന്ത്രിസഭ കൊടുക്കുന്ന ഉപദേശം ഇതൊന്നുകൂടി ആലോചിക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കാം. 2, പാർലമെന്റ് പാസാക്കി അയക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാതെ അത് അനിശ്ചിതകാലത്തേക്ക് കയ്യിൽ വയ്ക്കാം. ഇതിനൊരു പ്രത്യേക പേരുണ്ട്, പോക്കറ്റ് വീറ്റോ. ഒരു കത്ത് നമ്മുടെ പോക്കറ്റിലിട്ടിട്ട് നമ്മൾ മറന്നുപോകുന്നില്ലേ? അതുപോലെ ബില്ലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാതിരിക്കാം. പിന്നെ 3-മത്തത്, ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് കരുതുക. അപ്പോൾ ആരെ പ്രധാനമന്ത്രിയാക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അപ്പം നമ്മൾ കണ്ടു രാഷ്ട്രപതിക്ക് അധികാരം കുറവാണെന്ന്. അപ്പോൾ പിന്നെ ആർക്കാണ് ശരിക്കുള്ള അധികാരം? അതാണ് ചോദ്യം. ഉത്തരം സിമ്പിളാണ്, നമ്മുടെ പ്രധാനമന്ത്രിക്ക്.
ഇനി നമുക്ക് പ്രധാനമന്ത്രിയെക്കുറിച്ചും ഗവൺമെന്റിനെ സഹായിക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥരെക്കുറിച്ചും പഠിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രപതി രാജ്യത്തിന്റെ തലവനാണെങ്കിലും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. യഥാർത്ഥ അധികാരം മുഴുവൻ പ്രധാനമന്ത്രിയുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയെ ഗവൺമെന്റിന്റെ അച്ചുതണ്ട് എന്ന് വിളിച്ചത്. എല്ലാ കാര്യങ്ങളും കറങ്ങുന്നത് പ്രധാനമന്ത്രിക്ക് ചുറ്റുമാണ്. നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഈ കൂട്ടുത്തരവാദിത്തം. എന്താണിതിന്റെ അർത്ഥം? മന്ത്രിസഭ എന്നു പറയുന്നത് ഒരു ടീം പോലെയാണ്. ഒരു തീരുമാനമെടുത്താൽ അതിന്റെ ഉത്തരവാദിത്വം എല്ലാ മന്ത്രിമാർക്കും ഒരുപോലെയാണ്. ഒരു ഫുട്ബോൾ ടീം തോൽക്കുമ്പോൾ ഒരു കളിക്കാരനെ മാത്രമല്ലല്ലോ നമ്മൾ കുറ്റം പറയുക, ടീം മൊത്തത്തിലല്ലേ തോൽക്കുന്നത്. അതുപോലെ ഒരു മന്ത്രിക്കെതിരെ ലോക്സഭയിൽ അവിശ്വാസം പാസാക്കിയാൽ ആ ഒരു മന്ത്രി മാത്രമല്ല പോകുന്നത്, ഗവൺമെന്റ് മുഴുവനായി രാജിവെക്കേണ്ടി വരും. അതായത് ഒന്നുകിൽ അവർ ഒരുമിച്ച് നിൽക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് വീഴും. ശരി, ഗവൺമെന്റ് ഒരുപാട് നയങ്ങളും നിയമങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? അവിടെയാണ് നമ്മുടെ പെർമനന്റ് എക്സിക്യൂട്ടീവിന്റെ, അതായത് ബ്യൂറോക്രസിയുടെ റോൾ വരുന്നത്. ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് മന്ത്രിമാരെ നിയമങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്താണെന്നറിയുമോ? അവർ രാഷ്ട്രീയമായി നിഷ്പക്ഷരായിരിക്കണം. അതായത് ഏത് പാർട്ടി ഭരിച്ചാലും അവർ പുതിയ ഗവൺമെന്റിന് കീഴിൽ വിശ്വസ്തയോടെ ജോലി ചെയ്യണം. UPSC പോലുള്ള ഏജൻസികളാണ് ഇവരെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നത്. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ വെച്ച് പരീക്ഷയ്ക്കൊരു ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരമെഴുതും? പിന്നെ സാധാരണയായി വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഇനി സ്ക്രീനിലേക്ക് നോക്കിക്കേ. ഇതൊരു നല്ല ചോദ്യമാണ്. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെ രാഷ്ട്രപതിക്ക് അതിനോട് യോജിപ്പില്ല. ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഇതിനുത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇതിനെങ്ങനെ ഉത്തരം എഴുതാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ചോദ്യം ശരിക്കും മനസ്സിലാക്കുക. ഇവിടെ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾ പഠിച്ചതനുസരിച്ച് രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയുടെ ഉപദേശം ഒന്നുകൂടി പരിശോധിക്കാൻ വേണ്ടി തിരിച്ചയക്കാം. അതിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെടാം. പക്ഷേ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അതേ ഉപദേശം തന്നെ വീണ്ടും നൽകിയാൽ നമ്മുടെ ഭരണഘടനയനുസരിച്ച് രാഷ്ട്രപതി അത് അംഗീകരിച്ചേ മതിയാവൂ. അതാണിവിടുത്തെ പോയിന്റ്. പരീക്ഷ എഴുതുമ്പോൾ സാധാരണയായി 2 തെറ്റുകൾ കുട്ടികൾ വരുത്താറുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമതായി, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ വലിയ അധികാരങ്ങളുള്ള ആളാണെന്നൊരിക്കലും എഴുതിവെക്കരുത്. നമ്മുടെ രാഷ്ട്രപതി നാമമാത്രമായ തലവനാണ്. രണ്ടാമത്തെ തെറ്റ്, തിരഞ്ഞെടുപ്പിലൂടെ വരുന്ന മന്ത്രിമാരും പരീക്ഷ എഴുതി വരുന്ന IAS പോലുള്ള ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വ്യത്യാസം മറന്നുപോകരുത്. മന്ത്രിമാർ താൽക്കാലികമാണ്, ഉദ്യോഗസ്ഥർ സ്ഥിരമാണ്. ഈ വ്യത്യാസം എപ്പോഴും ഓർമ്മയിൽ വേണം. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിച്ചതെല്ലാം പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. അതോടൊപ്പം അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ സ്റ്റഡി പ്ലാനും ഞാൻ തരാം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഈ 4 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായും വേണം. 1, ഇന്ത്യയിലുള്ളത് പാർലമെന്ററി സിസ്റ്റമാണ്, അതുകൊണ്ട് യഥാർത്ഥ അധികാരം പ്രധാനമന്ത്രിക്കാണ്. 2, രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ, അതിൽ തന്നെ ആ പോക്കറ്റ് വീറ്റോ ഒരിക്കലും മറക്കരുത്. 3, കൂട്ടുത്തരവാദിത്തം, അതായത് മന്ത്രിസഭ ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് വീഴുന്നു. 4ാമത്തേത്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും പെർമനന്റ് എക്സിക്യൂട്ടീവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ഈ 4 കാര്യങ്ങളിൽ നിന്ന് ഉറപ്പായും ചോദ്യങ്ങളുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകൾ ഒന്നുകൂടി നോക്കാം. പരീക്ഷയുടെ തലേ ദിവസം ഓർക്കാൻ വേണ്ടിയാണിത്. എക്സിക്യൂട്ടീവ്, നിയമം നടപ്പിലാക്കുന്ന വിഭാഗം. ആർട്ടിക്കിൾ 74(1) രാഷ്ട്രപതി മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണം. പോക്കറ്റ് വീറ്റോ, ഒരു ബില്ലിൽ തീരുമാനമെടുക്കാതെ അനിശ്ചിതമായി മാറ്റിവെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. കൂട്ടുത്തരവാദിത്വം, മന്ത്രിസഭയുടെ കൂട്ടായ ഉത്തരവാദിത്വം. ഇനി പരീക്ഷയ്ക്ക് ഒരാഴ്ചയല്ലേ ഉള്ളൂ, പേടിക്കേ വേണ്ട. ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്താൽ മതി. ആദ്യത്തെ 2 ദിവസം ഈ ക്ലാസ് ഒന്നുകൂടി കണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ സ്വന്തമായി ഒരു നോട്ടിൽ എഴുതിയെടുക്കുക. അടുത്ത 2 ദിവസം ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിക്കുക. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിന് പിന്നിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി പരിശീലിക്കുക. അവസാനത്തെ ദിവസം വേറെയൊന്നും പുതിയതായി പഠിക്കരുത്. നിങ്ങൾ തയ്യാറാക്കിയ ആ നോട്ടുകൾ മാത്രം വീണ്ടും വീണ്ടും വായിച്ച് റിവിഷൻ ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് കുറച്ച് പ്രാക്ടീസാണ്. നല്ല ആത്മവിശ്വാസത്തോടെ ഇരിക്കുക, നന്നായി പരിശീലിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും പരീക്ഷയിലും മികച്ച മാർക്ക് നേടാൻ സാധിക്കും. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.